മുണ്ട് മടക്കി കുത്തുന്നതും ഡാൻസ് കളിക്കുന്ന പഴയ ഉള്ള എല്ലാ ലാലേട്ടന്റെ കൈയടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഒരുക്കി വെച്ചു. നിങ്ങൾ എല്ലാവരും ഇതിൽ പെർഫോം ചെയ്യണം. ഈ പാട്ട് മോഹൻലാൽ ഒരു ഫാൻ എന്ന രീതിയിൽ സ്ലീപ്പർ സെൽ മെമ്പേഴ്സിനൊക്കെ സ്ലീപ്പർ സെൽ കമ്മ്യൂണിറ്റി പാട്ട് കേട്ട ഉടനെ എന്നെ വിളിച്ചു. കൊള്ളാലോ, എല്ലാ പാട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്, കൊള്ളാൻ മോനെ എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ അയച്ചു കൊടുത്തു. ലാൽ സാർ ഉടനെ MGRനെ വിളിച്ച് കലക്കി ഇനി ഒരു വർഷത്തേക്ക് പാട്ടുകൾ വേണ്ടല്ലോ. എനിക്ക് ഒരു വേൽമുരുകനോ അല്ലെങ്കിൽ ഒരു നരസിംഹത്തിലുള്ള ഒരു ധാങ്കനക്കതില്ലെന്നൊക്കെ ശേഷം അങ്ങനത്തെ പാട്ടുകളൊക്കെ മിസ്സായി നിന്ന മലയാളിയിലേക്കാണ് ഇങ്ങനെ ഒരു സിനിമയും ഇതുപോലൊരു പാട്ട് കൊണ്ട് ഇറക്കി വിട്ടേക്കുന്നത്. ഇത് തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പാട്ടുകളുടെ ശ്രേണിയിലോട്ടൊരു പാട്ട്. ഇതായിരുന്നു ഞാൻ തരുണോട് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത്. ഒരു സെലിബ്രേഷൻ സോങ് വേണ്ടത് എവിടെ വെക്കാണ് അതിന്റെ ആവശ്യമില്ല. അല്ല, പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ഷൺമോഹനെയാണോ ഓർത്തത് അതേ മോഹൻലാലിന് വേണ്ടി മാത്രം കണ്ടത്? ലാൽ സാറിന് വേണ്ടി. ഈ ഒരു വെക്കേഷൻ ടൈമിൽ സിനിമ കണ്ട് അത് എൻജോയ് ചെയ്ത് അതിന്റെ കൂടെ എസൻസ് ആയിട്ട് ലാലേട്ടൻ എസൻസിൽ ഒരു ഡാൻസ് നമ്പർ. വെൽക്കം ജെയ്ക്സ് ബിജോയ്, സ്വാഗതം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ലാലേട്ടനും ജെയ്ക്സും തരുണും ഒക്കെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എടുക്കുന്നത്. പാട്ടിറങ്ങി വമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്നടാ പണി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിക്കാറ്, എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറെ എനിക്ക് തോന്നുന്നു ഒരു വേൽമുരുകനോ അല്ലെങ്കിൽ ഒരു നരസിംഹത്തിലുള്ള ഒരു ധാങ്കനക്കതില്ലെന്നൊക്കെ ശേഷം അങ്ങനത്തെ പാട്ടുകളൊക്കെ മിസ്സായി നിന്ന മലയാളിയിലേക്കാണ് ഇങ്ങനെ ഒരു സിനിമയും ഇതുപോലൊരു പാട്ട് കൊണ്ട് ഇറക്കി വിട്ടേക്കുന്നത്. ഫാൻസിനൊന്നും സുമേഷിന് അത് കേൾക്കാനുള്ള ഒരു ഫ്രഷ് ആയിട്ട് കേൾക്കാൻ പറ്റും. എന്ത് തോന്നി സുമേഷ് സ്റ്റുഡിയോയിൽ കേട്ടപ്പോ? ഞാൻ എന്താ പറയുക, ഞാൻ കോരി തരിച്ചിരിക്കുകയാണ് ഞാൻ. ഗംഭീര അന്യായ എക്സ്പീരിയൻസ്. നമുക്ക് തുള്ളാവെടുത്തു സത്യം പറഞ്ഞ. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. ഇത് തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പാട്ടുകളുടെ ശ്രേണിയിലോട്ടൊരു പാട്ട്. ഇതായിരുന്നു ഞാൻ തരുണോട് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത്. കാരണം പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പടം എന്തായാലും ജനം അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇനി ഇത് കൊണ്ടാടാനും ഇത് എന്താ പറയുക, ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പാട്ട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ കോഴ്സ് മീലായില്ലേ. തീർച്ചയായിട്ടും ഇത് കുറച്ച് പണിയെടുത്ത് കൺവിൻസ് ചെയ്യാം. പക്ഷേ ബട്ട് ഐ എം സോ ഹാപ്പി. ഒരു ബ്ലെസ്സിങ് ആണ് ഞങ്ങൾക്ക് എല്ലാവരും. കാരണം സിനിമ ഇത്ര അധികം 100 കോടിയിലോട്ട് ഓൾറെഡി വന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഈ പാട്ടും കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റി. സോ സൂപ്പർ ഡൂപ്പർ ഹാപ്പി. MGR, വിനായക്, അമേസിങ് ലിറിക്സ് ചെയ്ത വിനായക്, ആൻഡ് ദെൻ ഇത് പെർഫോം ചെയ്ത ലാലേട്ടൻ, ശോഭന മാം, എല്ലാവർക്കും സോ ഹാപ്പി. ഈ ലിറിക്സ് എന്ന് പറയുമ്പോൾ ആ ലിറിക്സ് ഒന്ന് 4 വരി ഇപ്പൊ നമ്മള് കേട്ടു, ആ 4 വരി പറയാൻ പറ്റും. കാരണം ഏതൊരു മോഹൻലാൽ ആരാധകനും ആഘോഷമാക്കുന്ന നാളെ എഴുത്തുകളിൽ വരുന്ന ലിറിക്സ് ആണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ലിറിക്സ് ഇങ്ങനെയാണ്: അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തലപ്പറക്കും തുള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം, ഭൂലോകം കൈകൂപ്പും മായത്തേരോട്ടം, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, താരച്ചേലാട്ടം തനിയെ പോരാട്ടം. വിനായകിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. കാരണം ഇതിലെല്ലാം ഉദ്ദേശിക്കുന്നത് ആരാന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കാര്യം മുരുകന്റെ ഇതാണെന്നെങ്കിൽ നമ്മള് അവിടെ പ്ലേസ് ചെയ്യുന്നത് മോഹൻലാൽ എന്നൊരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ എനർജി ഡബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം തമിഴിൽ ഇപ്പം കല്യാണ തേന്നില എന്നൊക്കെ ആ ലാ വെച്ചിട്ട് അവസാനിക്കുന്ന പാട്ടുകളുണ്ട്, പ്രാസം വെച്ചിട്ട്. ഇട്ടം എന്നുള്ളത് നമ്മൾ കൊണ്ടാട്ടം എന്നുള്ള ഒരു വാക്ക് ചൂസ് ചെയ്തു. കൊണ്ടാട്ടം ചൂസ് ചെയ്താണ്. അല്ല, ആ വിനായക് ഈ വേർഡ് പ്ലേയില് നമ്മൾ ഈ ഹുക്ക് ലൈൻ എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്തപ്പം ഹുക്ക് ഈ കൊണ്ടാട്ടം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. കൊണ്ടാട്ടം എങ്ങനെ ഇരിക്കും? അപ്പൊ ഞങ്ങൾ കൊണ്ടാട്ടം കൊള്ളാം. അപ്പം പല്ലവിയിലോട്ട് അപ്പൊ ഞങ്ങള് ഇട്ട പ്രയോഗത്തിലുള്ള എൻഡിങ്ങുകൾ വെച്ച് ട്യൂൺ. അപ്പൊ ആ പ്രാസം വെക്കാൻ വേണ്ടി ആ ഇട്ട ആണല്ലോ ഇതിന്റെ ഒരു USP എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലിറിക്സിലോട്ട് വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സിനിമയുടെ ഒരു സ്വഭാവം നോക്കുവാണെങ്കിൽ ഈ പാട്ട് സിനിമയും തമ്മിൽ മാച്ച് ആവില്ല, അതിനകത്ത് ഒരിക്കലും വരില്ല. അപ്പൊ ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് ഇടയ്ക്ക് സൂചിപ്പിക്കും, കൺവിൻസ് എടുക്കാൻ വേണ്ടി അങ്ങനെ പാട് കിട്ടുന്നുള്ളൂ. അതെങ്ങനെയായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞില്ല, സ്കോർ ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ സോണി ലേബിൾ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നോട് ചോദിച്ചു, നമുക്ക് പാട്ടിലെല്ലാം സിറ്റുവേഷനിലാണ് ഒരു സെലിബ്രേഷൻ സോങ് വേണ്ടത് എവിടെ വെക്കാണ് അതിന്റെ ആവശ്യമില്ല. അല്ല, പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാട്ട് ഇഫ് പടത്തിൽ വേണ്ട, ഇപ്പം തമിഴിലും ഒക്കെ അത് ഒരു ഹീറോ എലവേഷൻ സോങ്സും. നമ്മുടെ എലവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ലാലേട്ടൻ എന്ന് ഉദ്ദേശിക്കുന്ന ഗാനമേളക്കാർക്കും ആൾക്കാർക്കൊക്കെ ആടി തിമിർക്കാനുള്ള പാട്ടുകൾ ഈ സ്റ്റൈലിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വർക്ക്ഔട്ട് ഒന്നും വേണ്ട, ഇത് തരണം എന്ന് കേൾപ്പിച്ച തരുണീൻ ഉയ്യോ ഇൻ രഞ്ജിത്തേട്ടൻ വന്ന് കേട്ട് ഒരു 3 പ്രാവശ്യം ഇരുന്ന് ബാക്ക് ടു ബാക്ക് കേട്ടു. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ അയച്ചു കൊടുത്തു. ലാൽ സാർ ഉടനെ MGRനെ വിളിച്ച് കലക്കി ഇനി ഒരു വർഷത്തേക്ക് പാട്ടുകൾ വേണ്ടല്ലോ.
എം ജി അണ്ണന് അപ്പൊ എം ജി അണ്ണൻ പറയും ഒരു തമാശക്ക് ഇപ്പം US ടൂറിന് പോയിരിക്കുകയാണ്. ഫസ്റ്റ് ഗാനമേള തുടങ്ങുമ്പോൾ താങ്കണക്കത്തില്ലെന്നില്ല, ഇന്റർവെൽ ആകുമ്പോൾ വേൽമുരുക, എൻഡിങ് വിത്ത് കൊണ്ടാട്ടം. വിളിച്ചു. അത് ലാലേട്ടൻ ഇതിലെ പാട്ടുകളെല്ലാം ഓരോ പാട്ടും കേട്ട് ഫീഡ്ബാക്ക് പറയുന്നു. ഞാൻ ഒരു പ്രാവശ്യം കാണാൻ പോയിരുന്നു കൺമണിപ്പൂവയുടെ ഒരു ചെറിയ ബൈറ്റ് എടുക്കാനായിട്ട്. കൊള്ളാലോ, എല്ലാ പാട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്, കൊള്ളാൻ പോലെ എന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല ഒരു പാട്ട് കഴിയുമ്പോൾ ഐ എം ജസ്റ്റ് ഫോക്കസിങ്, ഓക്കെ ഇത് സിറ്റുവേഷൻ മാച്ച് ആവുന്നുണ്ടോ, ആൾക്കാരിലോട്ട് റീച്ച് ആവുമോ, നൊസ്റ്റാൾജി ഉണർത്തുന്നുണ്ടോ. ഈ നൊസ്റ്റാൾജി തരുൺ പറയുന്നുണ്ട്, തണുപ്പ് തോന്നുന്നു ജെയ്ക്സ്, നൊസ്റ്റാൾജി തോന്നുന്നു പാട്ടുകൾ, പടത്തിലെ പാട്ടുകൾ. ഇത് തണുപ്പൊന്നുമല്ല, ഇത് ജസ്റ്റ് ആൾക്കാർക്ക് ആഘോഷിക്കാൻ. അതായത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ സിനിമ കണ്ട് അത് എൻജോയ് ചെയ്ത് പഴയ ലാലേട്ടനെ കണ്ട് അതിന്റെ കൂടെ എസൻസ് ആയിട്ട് ലാലേട്ടൻ എസൻസിൽ ഒരു ഡാൻസ് നമ്പർ, ലാലേട്ടന്റെ എസൻസോട് കൂടിയുള്ള ഒരു ഡാൻസ് നമ്പർ. എനിക്ക് തോന്നുന്നു ഇതില് മുണ്ടുമടക്കി കുത്തുന്നതും ഡാൻസ് കളിക്കുന്ന പഴയ ഉള്ള എല്ലാ ലാലേട്ടന്റെ കൈയടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഒരുക്കി വെച്ചു. നിങ്ങൾ എല്ലാവരും ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി ഇങ്ങനൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഈ സമീറ സനീഷ് പറഞ്ഞത് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് വിളിച്ചു, അളവ് ചോദിച്ചു. അപ്പൊ എന്നോട് വിനായക് വിളിച്ചു, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അപ്പം നേരത്തെ വിഷ്ണു ഗോവിന്ദ് എല്ലാ ടെക്നീഷ്യൻസിനും അവസാനത്തെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണില്ല. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു സ്റ്റെപ്പ് ചെയ്യാനും പറഞ്ഞു. ഡാൻസ് ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ ഒരു ആവേശം, ഈ ഒരു മൂഡില് അറിയാവുന്ന ഡാൻസ് ഒക്കെ എന്തോ തരുൺ ഡാൻസ് ചെയ്യുന്നുള്ളത് ആ നിമിഷമാണ്. വൈറ്റും ഇട്ട വരുന്ന തരുൺ എന്താണ് ഒരു ചിരി നോക്കുമ്പോൾ ഷോട്ടിന് തരുണും നിൽക്കുന്ന അവിടെ. അത് ഉഗ്രനായിട്ട്, തരുൺ ഒരു ഗുഡ് പെർഫോമർ ആണല്ലോ. അപ്പൊ ആദ്യത്തെ കുറച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തപ്പോ ഇത് എന്താ പരിപാടി, ഈ അടിപൊളിയായിരുന്നു അത്. അപ്പൊ ലാൽ സാർ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ KS രവികുമാർ ഒക്കെ പണ്ട് ചെയ്യുന്ന പോലെ എല്ലാ ഒരു സാധനം ഉണ്ടല്ലോ. ഈ കൊണ്ടാട്ടം എന്ന് പറയുമ്പോഴേ ഇത് കമ്പോസ് ചെയ്യുമ്പോ ഷൺമോഹനെയാണോ ഓർത്തത്, അതേ മോഹൻലാലിന് വേണ്ടി മാത്രം കണ്ടു? ലാൽ സാർ വേണ്ടി, ലാലേട്ടൻ അതിൽ ഷൺമോഹനില്ല, ബാക്കി എല്ലാ പാട്ടും ആക്ച്വലി ബാക്കി എല്ലാ പാട്ടും ഓഫ് കോഴ്സ് അത് തരുണും അത് സമ്മതിക്കില്ല, ഞാനടക്കം. ബട്ട് ഈ പാട്ട് മോഹൻലാൽ ഒരു ഫാൻ എന്ന രീതിയിൽ സ്ലീപ്പർ സെൽ മെമ്പേഴ്സിനൊക്കെ, സ്ലീപ്പർ സെൽ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നതല്ലേ നമ്മളെല്ലാം. തോള് എറിഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റെപ്പും. ഇതാണ് ഫൈനൽ വെർഷൻ ഡിസൈഡ് ചെയ്ത എത്രാമത്തെ വെർഷനിലാണ്? അല്ല, ഞങ്ങള് ഈ ഒരു ഐഡിയ കൊണ്ടാട്ടം എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ പണിയെടുത്ത് തുടങ്ങി. പിന്നെ ഓർഗാനിക് ആയിട്ട് അതങ്ങ് അതിന്റെ സ്ട്രക്ചറിങ് എനിക്ക് വലിയ സമയം എടുത്തത് 2 days മാക്സ്. പിന്നെ അതിന്റെ മുകളിൽ ഇത് തീർന്നിട്ട് ഇപ്പോൾ 2-3 മാസമായി കേട്ടോ. പിന്നെ കാരണം അത് കൊടുത്ത് ലാലേട്ടൻ സമ്മതിച്ചിട്ടുള്ള നമുക്ക് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ തന്നെ ഈ ഒരു മൂഡിലായതുകൊണ്ട് ഇതിന്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്തു. ലിറിക്സ് എഴുതാനും വിനായക് പെട്ടെന്ന്, ഈ പാട്ടായതുകൊണ്ട് സാധാരണത്തേക്കാൾ സ്പീഡായിട്ട് വിനായക് എഴുതി തന്നു. ഇതിപ്പോ തരുണിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പാടുവന്നു എന്ന് പറഞ്ഞു. ആദ്യമേ ലാലേട്ടൻ അടുത്ത് ഇത് അവതരിപ്പിച്ചപ്പോ ലാലേട്ടൻ പറഞ്ഞു മനെ വേണോ എന്ന് ചോദിച്ചോ? അത് എനിക്ക് രഞ്ജിത്തേട്ടനോട് ചോദിക്കണം ആ കാര്യം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ലാലേട്ടൻ ഇതിലും ഈ പ്രോജക്റ്റിനെ വെച്ച് നോക്കും, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തിനും ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഐ തിങ്ക് അത് സെറ്റിലുണ്ടായിരുന്ന ഇവരുടെ ഓരോ ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സൊക്കെ ഈ പടത്തിലോട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഹൗ മച്ച് പീപ്പിൾ എന്ത് എഫർട്ടാണ് ഇതിന് പോകുന്നത്, അതിൽ ആബ്സല്യൂട്ട് സപ്പോർട്ടായിട്ട് അദ്ദേഹം നിന്നിരിക്കുന്നത്. ഐ ഫീൽ ദാറ്റ്. അതെനിക്ക് ത്രൂ ഔട്ട് ദ പ്രോസസ്, അത് രഞ്ജിത്തേട്ടനാണേലും സെറ്റിൽ ലൈക്ക് ഐ ഡോണ്ട് നോ, ഒരു ദിവസം പോലും അതായത് സെറ്റിലില്ലാത്തൊരു ദിവസമില്ല. പോസ്റ്റ് പ്രൊഡക്ഷനിലും ഞങ്ങളെ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്തു. പക്ഷെ കറക്റ്റ് ഏരിയസിൽ അദ്ദേഹം വന്നൊരു മോണിറ്ററിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പം വെൻ ലാൽസോ സീസ് ലാലേട്ടന് ഇത്ര അധികം ഒരു ഡെഡിക്കേഷനെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഈ പുള്ളിയും വില്ലിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പാട്ട് കേട്ട് ചെയ്യാൻ പോലെ എന്താ പറയുക. ഈ നമ്മളിപ്പോൾ കൊണ്ടാട്ടം പോലത്തെ പാട്ട് കേട്ട് കഴിയുമ്പോൾ എനിക്ക് വന്നൊരു ചോദ്യമാണ്, ഈ മ്യൂസിക്കില് നിശബ്ദതയ്ക്ക് എത്രത്തോളം, സൈലൻസ് എത്രത്തോളം സ്കോറിലാണോ? സ്കോറിലാണ്. സി ഒരു പടത്തിൻ്റെ ഡൈനാമിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ തുടരും പടത്തിൽ ഇഫ് യു സി ഫസ്റ്റ് ഹാഫ് റിലേറ്റീവ്ലി സൈലൻ്റ് ആണ്, ഭയങ്കര മിനിമൽ ഏരിയസിൽ. കാരണം ആ ഫസ്റ്റ് ഹാഫ് അത്ര ലൗഡ് ആണെങ്കിൽ ഇൻ്റർവെല്ലിൽ ഇപ്പം എല്ലാവരും ഇൻ്റർവെല്ലിൽ ഒരു ഇമ്പാക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ടെക്നിക്കലി ദാറ്റ് വാസ് എ പേർപ്പസ്. കാരണം യു കീപ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെയ്ൻ ചെയ്ത് വെച്ച് ആവശ്യത്തിനുള്ള ഫൺ എലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു മൊമെൻറ്റിലോട്ടുള്ള അത് ഓരോ സീനും അങ്ങനെ ഒരു
ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, ഒരു yin and yang, ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എന്ത് തരം സൈലൻസും എന്ത് തരം മിനിമൽ പ്രോഗ്രഷനാണോ ഒരു പോയിന്റിൽ നമ്മൾ കൊടുക്കുന്നത്, എന്നാലാണ് അതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ ആ പോയിന്റ് ഹിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡൈനാമിക്സ് വേണം. സോ സൈലൻസ് ആൻഡ് മിനിമാലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിറ്റിംഗ് ദ റൈറ്റ് മൊമെന്റ്സ്. മനസ്സിലായോ? ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സൈലന്റ് ഓൾസോ ഇസ് സോർട്ട് ഓഫ് ഒരു ടെക്നിക്കാണ് ടു ഗെറ്റ് ദ ഹൈ മൊമെന്റ്സ് റൈറ്റ്. എനിക്ക് ഇത് പറയുമ്പം ആദ്യം തൊട്ടേ ആ ഒരു ഉരുൾപൊട്ടലിന്റെ ഒരു സീക്വൻസിലാണ് കുറച്ചൊരു ഫോക്ക് മൂഡ് പോകുന്നത്, കുറച്ചൊരു ലൗഡായിട്ടൊരു മ്യൂസിക് വരികയും പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്റർവെല്ലിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഓഡിയൻസിനെ കൊണ്ടുപോയി ഇന്റർവെല്ലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ തോന്നുന്നു ഇതാണോ അയാളായിരിക്കും എന്ന് വെച്ചാൽ കാറ് പോകുമ്പോഴും നമ്മൾ ഈ തെയ്യം വരികയും അവിടെ മ്യൂസിക് മാറുകയും ചെയ്യുമ്പോൾ അതുവരെയുള്ള വേറൊരു ഹൈലേക്ക് എത്തിയിട്ട് അവിടെ തുടരും എഴുതി കാണിക്കും. അത് ഇന്റർവെല്ലിൽ ഞെട്ടിക്കുന്ന സാധനമൊന്നും അല്ല വരുന്നത്, അങ്ങനത്തെ ഞെട്ടിക്കുന്ന ഷോർട്ട് വൈസോ അങ്ങനെ ഗിമിക്കോ ഒന്നും. തെയ്യം വരുന്നു, ലാലേട്ടൻ്റെ ലുക്ക്, അതിനപ്പുറം നിൽക്കുന്ന ഒരു മ്യൂസിക് വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മ്യൂസിക് അങ്ങ് ഹൈലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് പറയാം. അതൊക്കെ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ശരിക്കും പറയാം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പൊ നമുക്കൊരു ഞാൻ എപ്പോഴും അത് ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന തിയേറ്ററിക്കൽ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ട്. They want to see something, they want to feel that it's a big event. ഇല്ലേ? അപ്പോൾ അതിലോട്ട് ഷോട്ട് എത്രത്തോളം ഡയറക്ടർ അത് എടുക്കാൻ പറ്റിയാലും മൈ ഡ്യൂട്ടി ഈസ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റെസ്റ്റ്. മനസ്സിലായോ? ബ്യൂട്ടിഫുള്ളി ഷോട്ട്, അതിൻ്റെ പ്രൊമോഷൻ, അതായത് അതിൻ്റെ ഒരു ടെൻഷൻ, എന്തോ നടക്കാൻ പോകുന്നുള്ള സാധനം കിട്ടി, അതിന് ഇനി എന്ത് എക്സ്ട്രീമിലോട്ട് പോകാന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. മനസ്സിലായോ? കാരണം അതിനൊരു എന്ത് രസമാണ് അത്. കാരണം നേരത്തെ തന്നെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, കാടിൽ നിന്ന് ഇൻഡിക്കേറ്റ് കൊടുത്തിട്ടു പിന്നെ പതുക്കെ ഈ ഉത്സവത്തിന് അടുത്തോട്ട് വരുമ്പം തോന്നുന്നൊരു ഭീതി ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പം ചെറിയ ബോട്ട് വലിയ ഷിപ്പിന് അടുത്തോട്ട് പോകുന്ന ഒരു ഫീലിംഗ് ആണ്, സംതിങ് ഇസ് അബൌട്ട് ടു കം. അപ്പോൾ ആ ഫീലിംഗ് നമ്മൾ എക്സാജറേറ്റ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന കാരണം അവരുടെ ഇമോഷൻസും അവരുടെ ആ സമയത്തുള്ള മനോനിലയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് ആണ്. ലൈക്ക് വി കൺട്രോൾ എന്ത് എക്സ്റ്റെൻഡിലാണ് അവർ ഞെട്ടേണ്ടത്, പേടിക്കേണ്ടത്, എലോങ് വിത്ത് സൗണ്ട് ടീം. മനസ്സിലായോ? അപ്പോൾ അതിൽ ഈ പറയുന്ന ഓരോ കാര്യത്തിലും തരുൺ ഒരു PDF ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണെന്നുള്ള കറക്റ്റ് ലൈക്ക് ദാറ്റ് ലെവൽ ഓഫ് അക്യുറസി ഉണ്ടായിരുന്നുണ്ടോ ഓരോ ക്യൂ എന്ന് പറയുന്നത് മ്യൂസിക്കിനെ ഒരു സീനിലെ നമ്മൾ ക്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം ലാസ്റ്റ് ഇന്റർവൽ ക്യൂ എന്ന് പറയുന്നത് അത്ര എക്സ്ട്രീമിൽ എത്തണം എന്നുള്ളത് ഓൾറെഡി മെൻഷൻഡ് ആണ്. സോ അത് മനസ്സിൽ കൊണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. ഈ ക്യൂ എന്ന് പറയുമ്പോൾ ഇത് റെഫറൻസുകളാണോ തരുന്നത്? അതോ ഇല്ല, റെഫറൻസ് ഒന്നും തന്നെ ഞാൻ കേൾക്കാറുമില്ല. ജസ്റ്റ് ഇങ്ങനെ പോവാം, ഫോക്ക് പോകണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു ആ സമയത്ത്. ഒരു ഹൈയിലെത്തണം, ഒരു തരം മരവിപ്പും ഒരു ഹൈനെസ്സും കിട്ടും. ഓരോ സീനിന്റെയും ഇപ്പൊ ഒരു തീം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉരുള് പൊട്ടലിന് ഒരു തീം വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഒരു കാടിന്റെ തന്നെ ശബ്ദം. അത് ഇപ്പം കഥ പറയാൻ പറ്റില്ല, ബട്ട് ഓപ്പണിംഗ് സീക്വൻസിൽ ഇഫ് യു നോട്ടീസ് കുറച്ച് ട്രൈബൽ ഇൻസ്ട്രുമെന്റ്സും കുറെ കിളികളുടെയും ഒക്കെ ശബ്ദങ്ങളേ ഉള്ളൂ മ്യൂസിക്കലി തന്നെ. അത് അത്രേ ഉള്ളൂ. അത് കാടിന്റെ ഒരു ഫീലിംഗ് പോലെയാണ്. പിന്നെ നമുക്ക് ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ആനയുടെ തീമാണ്, ഈ കൊമ്പൻ ഒറ്റയാൻ്റെ തീം. പിന്നെ ഈ പാമ്പിന്റെ തീം, ഇതൊക്കെ മെൻഷൻഡ് ആണ്. ഒരു നാഗപ്പാട്ട് വേണം, അപ്പം അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസണന്റ് വയലിൻ നോട്ടീസ്. പിന്നെ കാടിന്റെ കരച്ചിൽ എന്നുള്ള രീതിയിലാണ് ത്രൂ ഔട്ട് ദ മൂവി ഈ ഫീമെയിൽ വോയിസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബിനു പപ്പു ഒരു കുറുക്കൻ്റെ ശബ്ദം വരും, പുള്ളി വരുമ്പോൾ അത് രസമാണ്. പുള്ളിക്ക് ആ സ്വഭാവമുണ്ട്, ആ ക്യാരക്ടറിന് ആ ഒരു സ്വഭാവമുണ്ട്. അപ്പം അങ്ങനെ ഓരോ തീംസും പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഐഡിയാസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അതിപ്പോൾ സെക്കൻഡറികളൊക്കെ ഇട്ടിട്ട് ടക്ക് സ്കെച്ച് ചെയ്ത് പോകും. അപ്പോൾ കാരണം ഇത് ലാലേട്ടൻ്റെ പടവും നമുക്ക് ആഗ്രഹിക്കുന്ന പടം കൂടെ ആകുമ്പോൾ നമ്മുടെ മാക്സിമം ഓട്ടോമാറ്റിക്കലി ദൈവം തരും. ഈ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ ഹോണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ വീണ്ടും അത് എനിക്കൊരു എനിക്ക് തോന്നുന്നു ഒരു ഫോക്ക് ട്രൈബൽ ഒരു ഹമ്മിങ് പോർഷൻ ഒക്കെ വരുന്നുണ്ട്. ഇന്റർവെല്ലിലും ഉണ്ട്, ആദ്യത്തെ ഒരു ഏരിയയിലും ഒക്കെ ഉണ്ട്. അത് വല്ലാത്ത എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഇങ്ങനെ കയറി പോകുന്ന ഒരു സാധനമായിരുന്നു. അതിന്റെ ട്യൂൺ അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് അൻവറിക്കയുടെ വരികൾ, അൻവർ അലിയാണ് അത് എഴുതിയിരിക്കുന്നത്. അമേസിംഗ്ലി റിട്ടൺ. കാരണം അതിന്റെ ഞങ്ങൾ ആ സീൻസ് ഒക്കെ കാണിച്ചായിരുന്നു ഇവിടെ വന്നൊരു ദിവസം. എന്നിട്ടാണ് അങ്ങനത്തെ ബിറ്റ് സോങ്സ് അദ്ദേഹം കുറെ എഴുതി തന്നു. അതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആണ് ഈ പേമാരി. ഈ പേമാരി എന്ന് പറയുന്ന സോങ് ആക്ച്വലി നമ്മൾ നേരത്തെ വിട്ടു, പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിട്ടു. കാരണം ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടട്ടെ, ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, എന്തോ ഒളിച്ചിരിക്കുക എന്നുള്ള ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ തരുണും പ്രൊഡക്ഷനും
രഞ്ജിത്തേൻ്റെ മോളുണ്ടായിരുന്നു, ഷീ വാസ് ഓൾസോ അങ്ങനെ ഒരു ഐഡിയ, അവന്തിക ഷീ ഗേവ് എൻ ഐഡിയ, അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പേമാരി എന്നുള്ള സോങ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് അറ്റ്ലീസ്റ്റ് ഒരു 10% ഓഫ് ഓഡിയൻസിന് മനസ്സിലായി എന്തോ ഇതിന്. പക്ഷെ അത് തിയേറ്ററിൽ ഒരു കറക്റ്റ് മൊമെന്റിലാണ് അത് വരുന്നത്, ടുവേർഡ്സ് പ്രീ ക്ലൈമാക്സിൽ. അത് വരുമ്പം അതിൻ്റെ ഒരു പൊസിഷനിങ്ങും ലാലേട്ടൻ കറക്റ്റ് ഏരിയാസിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഹൈ സ്പീഡ് ഷോട്ട്സ് ഉള്ള ഒരു എലവേഷൻ കിട്ടേണ്ട സ്ഥലങ്ങളിലാണ്. സോ അതാണ് അതിന് എക്സ്ട്രാ ഇമ്പാക്റ്റ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനെപ്പറ്റി എടുത്തു പറയുമ്പോൾ നമ്മൾ കൊണ്ടാട്ടമാണ് നമ്മൾ സംസാരിക്കുക, എന്നാൽ പോലും ഇതിന്റെ ഈ തുടരത്തിന്റെ അവസാനം ഒരു 10-20 മിനിറ്റിൽ വലിയ ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. കുറച്ചൊരു ഫ്ലാഷ് കട്ട് പോലെ പോകുന്നതിൽ ഒരു 4-5 ഡയലോഗ് പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് കുറച്ച് സ്ട്രഗിളും, അത് പടം കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഈ അങ്ങനെയുള്ള ഒരു ഈ സംസാരമില്ലാത്ത ഏരിയയിൽ മ്യൂസിക് ഫില്ല് ചെയ്യുക എന്നാൽ അത് ആളുകൾക്ക് അരോചകമാവുകയും ചെയ്യരുത്. അത് എത്രത്തോളം ഒരു സംഗീത സംവിധായകന് വെല്ലുവിളി എന്ന് തന്നെ പറയാം, വെല്ലുവിളിയായിരിക്കും. അല്ല, ആ ഏരിയ വെല്ലുവിളിക്ക് ഒരു എനിക്കത് ഇഷ്ടമാണ്. ദാറ്റ്സ് എ ചാലഞ്ച്. അല്ല, ഒരു 20 മിനിറ്റ്സോളം ഉണ്ട്, ലാസ്റ്റ് 15-20 മിനിറ്റ്സ് മ്യൂസിക്കലി ഡെലിവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഡയറക്ടർ ആ ഒരു ഏരിയ വരെ ഓഡിയൻസിനെ കൊണ്ട് ഇമോഷണലി എത്തിച്ചിട്ടുണ്ട്. നമ്മൾ കഥയിൽ ഇൻവെസ്റ്റഡ് ആണ്. ഇനി മൈ ജോബ് ഇസ് ടു ഗിവ് ദ റൈറ്റ് എലവേഷൻസ്, കറക്റ്റ് ഇമോഷണൽ പോയിന്റ്സിൽ റൈറ്റ് മെലഡി ഷുഡ് കം, റൈറ്റ് ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ ക്ലൈമാക്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമോഷണൽ, ഇടയ്ക്ക് പാട്ട് വരും, വോയിസ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് സെക്ഷനിൽ കുറേ വോയിസസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡയലോഗിൻ്റെ മിസ്സിങ് ഫീൽ ചെയ്യത്തില്ല. അതിൽ എനിക്കൊന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ്, പടം ഇറങ്ങുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ഇങ്ങനെ ഈ കാർഡിൻ്റെ ഒരു വോയിസ് എക്സ്റ്റൻഷൻ പോലെ ഒരു ബിറ്റ് സോങ് കമ്പോസ് ചെയ്തു ഒരു മെയിൻ ഏരിയയിൽ. പറയാൻ സ്പോയിലറായി പോകും. ആ പാട്ട് പാടാൻ വേണ്ടി തരുണ തന്നെ നാട്ടുകാരായ വൈക്കം വിജയലക്ഷ്മിയാണെന്ന് വന്നു. അപ്പോൾ ആ ക്ലൈമാക്സിൽ ഒരു വോയിസ് കേൾക്കുന്നത് ആക്ച്വലി വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസാണ്. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു വോയിസ് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീരീസ് ഓഫ് മ്യൂസിക്കൽ ബിറ്റ്സ് ആണ്. പിന്നെ അഗൈൻ ഒരു ഗ്രൂപ്പ് കോറസ് പാടും. സോ ഡയലോഗ് മിസ് ചെയ്തില്ല, കാരണം കറക്റ്റ് ഏരിയാസിൽ പാട്ടും ഓർക്കസ്ട്രേഷൻ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, ഉടനെ ഇറക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഓരോ ലാലേട്ടന്റെ ഒരു ഷൺമുഖന്റെ ഒരു തീം ഉണ്ടാവും, ജോർജ് സാറിന്റെ ഉണ്ടാവും, നമ്മുടെ ബെന്നിയുടെ ഉണ്ടാവും, ഓരോരുത്തരുടെയും ഫോക്ക് തീം ഉണ്ട്, എല്ലാം സെപ്പറേറ്റ്. ഇപ്പൊ ഈ ഷൺമുഖൻ ഈ ഒരു തീം മതി എന്ന് ഫിക്സ് ചെയ്യുന്നത്, അത് എത്രാമത്തെ ഒരു ട്രാക്ക്? ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? അല്ല, ഈ മെയിൻ ആയിട്ട് ഈ ജയിൽ പോർഷനിലാണ് ശരിക്കും ആ തീം അതിന്റെ ഫുൾ എസൻസിൽ. ഷൺമുഖൻ ഒരു ഷെയ്ഡ് മാറ്റം ഉണ്ടല്ലോ, ആ ഒരു ഏരിയയില് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇതൊരു ആനയാണ്. ഓക്കെ, ഒരു ഒറ്റയാനാണ്. ഒറ്റയാന എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു മലയാളിയുടെ ഒരു പ്രൈഡാണ് ഒറ്റയാൻ. സോ പൂരം, തൃശ്ശൂർ, ചെണ്ട, കൊമ്പ് എടുത്ത്. അപ്പം ഞങ്ങൾ കൊമ്പാണ് ആക്ച്വലി. കൊമ്പൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊമ്പ് വായിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കൊമ്പ് റെക്കോർഡ് ചെയ്തു. കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈ പൂരത്തിന് വെക്കുന്ന കൊമ്പില്ല, ഒരു റീഡ് ഇൻസ്ട്രുമെന്റ് വായിക്കണം. അപ്പം കൊമ്പ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് സ്റ്റുഡിയോ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഒരു ടീം വർക്ക് ആയിരുന്നു കേട്ടോ. ആ ഒരു സജഷൻ സ്റ്റിൽ വരുമ്പോൾ കറക്റ്റായിട്ട് അത് എനിക്ക് ഒരു മാജിക്, ഒരു സൗണ്ട് ട്രാക്ക്, ഒരു സൗണ്ട് സ്കേപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫൈറ്റിൻ്റെ അവിടെ എന്ത് വർക്ക് ചെയ്താലും വർക്കൗട്ട് ആവും, കാരണം ലാലേട്ടൻ അങ്ങനെ നിൽക്കുന്ന അവിടെ. ബട്ട് നമ്മൾ കരുതി നമ്മൾ കേരള സ്റ്റൈൽ കേരള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ചെണ്ടയും കൊമ്പും ഇടതാളവും അങ്ങനെ, പിന്നെ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹൈബ്രിഡ് എലമെന്റ്സ് തിയേറ്ററിലോട്ട് അത് പഞ്ചാകാൻ വേണ്ടി. അതാണ് ബേസിക്കലി കേരളത്തിൻ്റെ എന്താ പറയുക ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ആ സെക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഒരു കണക്ടിവിറ്റി, ഒറ്റയാനായിട്ട് മ്യൂസിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഷൺമുഖൻ അങ്ങനെ ഓബ്വിയസ് ആയിരുന്നു നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എലവേഷൻ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ജെയ്ക്സിന്റെ തന്നെ ഐഡിയ ആണ്, നമുക്ക് നമ്മുടെ കേരളത്തിൽ അത് മതി തരുൺ. അങ്ങനെ ഇപ്പം അങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ. ദിസ് നത്തിങ്. അത് എന്ത് ചൂസ് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളത് നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കോളാണല്ലോ. അപ്പം ആ ഒരു എലവേഷൻ സീൻ ചെയ്യാൻ തന്നെ എനിക്കൊരു 3-4 ദിവസം എടുത്തു. ഞാൻ അത്ര സ്പെൻഡ് ചെയ്യാറില്ല ഒരു സീൻ, കാരണം പ്രോഗ്രാമിങ്ങിനല്ല, കമ്പോസ് ചെയ്യാൻ. കാരണം അത് ഇതാണോ അതാണോ ബാക്ക് ആൻഡ് ഫോർത്ത് കുറേ ട്രൈ ചെയ്തു, കുറേ ഇരുന്നു. ലാസ്റ്റിലൊരു സാധനം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നി.
അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളൊരു ഒരു മ്യൂസിഷ്യൻ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ജെയ്സൺ തന്നെ പറഞ്ഞു തിയേറ്ററിൽ ആ പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. എത്ര തിയേറ്ററിൽ നമ്മൾ കേരളത്തിലെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലക്സ് അല്ലാതെ എത്ര തിയേറ്ററിൽ ഇതെല്ലാം കേൾക്കാൻ പറ്റുന്ന ഒരു എന്താ പറഞ്ഞ ഒരു സൗകര്യങ്ങൾ എന്നാണോ? അത് എത്ര തിയേറ്റർ എത്ര ആൾക്കാർക്ക്? അതെനിക്ക് അതിന്റെ റേഷ്യോ അറിയത്തില്ല, പക്ഷെ കുറെ തിയേറ്റേഴ്സിൽ ഇഷ്യൂസ് ഉണ്ട്. കാലിബ്രേഷൻ ഇഷ്യൂസ്, സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. ഈ കാലിബ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യം എന്താണെന്നറിയാം, നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പം ഒരു എല്ലാ ഫ്രീക്വൻസി, അതായത് നമ്മൾ കേൾക്കും ബേസ്, ഹൈസ്, മിഡ്സ്, ഇതിനെല്ലാം ഒരു അളവിനാണ് നമ്മൾ വെക്കുന്നത്. ഈ അളവ് തെറ്റിപ്പോയാണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ്, ആ മിക്സിന്റെ പെർഫെക്ഷൻ തിയേറ്ററിലോട്ട് വരില്ല. തിയേറ്ററിന് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എത്ര ബ്രൈറ്റ് ആയാലും തിയേറ്ററിന് നാച്ചുറലി ഇതിനെ കുറച്ച് കുറച്ച് ഡള്ളായിട്ടേ കേൾക്കുള്ളൂ. അപ്പോൾ അവിടെ പോയി ആ എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം. ഈ സമയത്ത് തിയേറ്ററിന്റെ സ്പീക്കേഴ്സ് പോലും വർക്ക് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? ആൾക്കാർക്ക് അത് കിട്ടുമോ ആ എക്സ്പീരിയൻസ്? എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നായിരുന്നു, ജയ്സ് ഭായി ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് പോയി, പക്ഷെ പറഞ്ഞ തിയേറ്ററിൽ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ബേസ് ഇല്ലായിരുന്നു അല്ലെ. അപ്പം അവരത് ബോധവടല്ല എന്നുള്ളതാണ് ചിലർ. ഇത് മറ്റേ പടം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓടിയത്. ഞാനിത് കുറെ വർഷമായിട്ട് പറയുന്നതാണ് കേട്ടോ. രഞ്ജിത്തേട്ടൻ അത്രയും കെയർ എടുത്ത് ചോദിക്കാൻ മുന്നേ അറിയാം, പേര് പറയുന്നില്ല, മുന്നേ ഇറങ്ങിയ ഒരു പടത്തിന്റെ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഇതേ അഭിപ്രായങ്ങൾ അയാൾ എന്നോട് തന്നെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. കാരണം അത്ര എഫേർട്ട് ചെയ്തിട്ടും അദ്ദേഹം പോയി കണ്ട എറണാകുളത്തെ വലിയൊരു തിയേറ്ററിൽ അദ്ദേഹത്തിന് ഭയങ്കര നിരാശയോട് കൂടിയിട്ടാണ് ഇറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു അടിപൊളി തിയേറ്ററിലാണല്ലോ മിക്സ് ചെയ്യുന്നത്. സോ ഞങ്ങൾ വി മെയ്ഡ് ഷുവർ എല്ലാ തിയേറ്റേഴ്സും 6 അല്ലെ 6.2 വെക്കണം. കാരണം ഇവരുടെ പേടി എന്ന് വെച്ചാൽ ചില പടങ്ങൾ, ചില അന്യഭാഷാ പടങ്ങൾ ഈ വോളിറ്റി വെച്ച് സ്പീക്കേഴ്സ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വി ഹവ് മെയ്ഡ് ഷുവർ ദാറ്റ് അങ്ങനെ ഒരു ഏരിയയിൽ പോലും അത്രയധികം ഡൈനാമിക്കലി ഹൈ അല്ല, എല്ലാം കുറച്ച് മാച്ച് ചെയ്താണ് വരുന്നത്. വിഷ്ണു അതിന് സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ടനും കെയർ ചെയ്ത് ഇവരോടെല്ലാം പറഞ്ഞു കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് പാടുള്ള പരിപാടി. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം വരണം. തിയേറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ബോഡി നിയമിച്ച് അറ്റ്ലീസ്റ്റ് 6 മാസത്തിലൊരിക്കൽ അല്ലെ വർഷത്തിലൊരിക്കൽ തിയേറ്റേഴ്സ് കാലിബ്രേറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ ഈ പറയുന്ന എക്സ്പീരിയൻസിന്റെ പീക്കിലോട്ട് ആൾക്കാർ കിട്ടത്തുള്ളൂ. അത് നമുക്ക് പറയാനല്ലേ പറ്റൂ. ഇറ്റ് ഈസ് അപ് ടു ദ തിയേറ്റേഴ്സ്. ഇപ്പം ഇങ്ങനെ ഒരു സിനിമ വരുന്നു, പടം ഹിറ്റാവുന്നു, ഒരു പ്രൊമോ സോങ് വരുന്നു, സ്വാഭാവികമായിട്ട് അതിനകത്തൊരു ഡിസ്കഷൻ വരാം, നമുക്കിത് ലാലേട്ടനെ കൊണ്ട് പാടിച്ചാലോ, അങ്ങനെ ഡിസ്കഷൻ വേണമെങ്കിൽ വരാം. അതിന് മുന്നേ ഒക്കെ ലാലേട്ടൻ പാടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് പോർഷനുകൾ നമുക്ക് ലാലേട്ടന്റെ വോയിസ് യൂസ് ചെയ്യാം. പാട്ടിന്റെ തുടക്കത്തിലെ ലൈൻ കേട്ടപ്പോ ഇത് MG ആണ് രഞ്ജിത്ത്. കാരണം വേറെ നമുക്ക് കിട്ടുന്നില്ല ആ ഒരു, നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുറച്ച് നാള് കഴിഞ്ഞ് ലാലേട്ടന്റെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ലാലേട്ടന്റെ ഒരു പാക്കേജിംഗ് ആണല്ലോ. അതില് MG അണ്ണൻ ഒരു അവിഭാജ്യ ഘടകമാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു പാട്ട് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്തു എനിക്കാണ് ആസ് എ കമ്പോസർ. ഇപ്പൊ എനിക്ക് ആ പാട്ട് വേറെ രീതിയിൽ ഹുക്കിലൊക്കെ, പക്ഷെ ഐ ഡിസൈഡഡ് ലെറ്റ്സ് ഗോ വിത്ത് ഹിം. കാരണം എന്തോ ഒരു കൊളുത്തുണ്ട് ആ വോയിസും ലാലേട്ടൻ സ്ക്രീനിൽ വരുന്നതായിട്ട്. ഈ ഇപ്പൊ പടങ്ങള് സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡമാണ് തിരക്കഥയാണോ എന്താണ്? ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ടൈം കുറച്ചും കൂടെ എടുത്ത് എൻജോയ് ചെയ്ത് ചെയ്യുന്ന, പിന്നെ ഒരു ബിഗ് സ്കെയിൽ മൂവീസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ലോട്ട് മോർ പീപ്പിൾ എന്നെ കുറച്ചും കൂടെ അട്രാക്ട് ചെയ്തു. ലൈക്ക് തെലുങ്കായാലും എസ്പെഷ്യലി തെലുങ്കിൽ നിന്ന് പോയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മലയാളത്തിൽ എന്നെ ഒരുപാട് ഈ മാസ് സിനിമകളൊക്കെ ചെയ്യാൻ അവരുടെ ഒരു ട്രെയിനിങ്ങും അവരുടെ ഡയറക്ടേഴ്സിനോട് ഒരു വർക്ക്. സോ 100% ഐ ഷുഡ് ബി കണക്ട് ടു ദ സ്ക്രിപ്റ്റ്. അതിപ്പം ആരായാലും ഒരു സ്ക്രിപ്റ്റ് വൈസ് ദർ ഷുഡ് ബി സംതിങ് ദറ്റ് കണക്ട്സ്. ആൻഡ് ദെൻ ആർട്ടിസ്റ്റ്, ഐ തിങ്ക് ദർ ആർ ഗുഡ് ആർട്ടിസ്റ്റ്. നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, ഇപ്പം ഈ പടം ഇതിൻ്റെ ലാലേട്ടൻ ആയതുകൊണ്ട് ദർ ഇസ് സോ മച്ച് വിസിബിലിറ്റി. നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ആൾക്കാരിലോട് എത്താൻ. ആ ഒരു വെഹിക്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ പാട്ടുകൾ പോകുന്നത്. നമുക്ക് ആ ലിബർട്ടി കിട്ടിയിരിക്കുക. അപ്പം അത് ആൻഡ് സ്ക്രിപ്റ്റ് ആൻഡ് ദെൻ ദ സൈസ് ഓഫ് ദ പ്രോജക്റ്റ്, അതല്ലെങ്കിൽ എക്സ്ട്രീംലി ഗുഡ് സ്മോൾ. ഞാൻ ആക്ച്വലി ഇപ്പോൾ അങ്ങനെ എല്ലാവരോടും ഹണ്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ വോണ്ട് ടു ഡു ഇൻഡിപെൻഡന്റ് മൂവീസ് ദാറ്റ് മാറ്റേഴ്സ് ടു മീ. ഞാൻ അങ്ങനത്തെ സിനിമയുടെ ഒരു ലവറാണ് ആക്ച്വലി. ലൈക്ക് മൂവീസ് ദാറ്റ് കുറച്ച് അക്കാഡമിക് വാല്യൂ ഉള്ള, സിമ്പിൾ ആയിട്ടുള്ള. കാരണം എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് ഐസക് തോമസ് കൊട്ടുവാപ്പള്ളി എന്ന് പറഞ്ഞൊരു കമ്പോസർ. ഞാൻ ഐസക് അങ്കിളിനെ പണ്ട് കാണാൻ പോയപ്പോഴും അദ്ദേഹം ചൂസ് ചെയ്തിരുന്ന സിനിമ, അദ്ദേഹം വളരെ അൺഅസ്യൂമിങ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ 5 or 6 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഒന്നും ഫ്ലോണ്ട് ചെയ്യാതെ ഹി വാസ് ജസ്റ്റ് ഗോയിങ് അബൌട്ട് ഡൂയിങ് ഹിസ് വർക്ക്. ബട്ട് ആ പാഷനേറ്റ് ആയിരുന്നു അദ്ദേഹം ആ സമയത്ത്. എന്നെ ഒരുപാട് കാര്യത്തിൽ അത് എന്നെ ഇടയ്ക്ക് വിളിച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ അപ്പോൾ ഹി യൂസ് ടു ടെൽ മീ ലൈക്ക് വൈൽ യു ഡു ദീസ് കമേഴ്ഷ്യൽ ഫിലിംസ് മേക്ക് ഷുവർ കലാമൂല്യമുള്ള ലൈക്ക് എ മൂവി ദാറ്റ് സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഔട്ട്, അതും ട്രൈ ചെയ്യണം. എൻ്റെ അടുത്ത് അങ്ങനെ ആരും വരാറില്ല. എൻ്റെ അടുത്ത് മാസ് പടങ്ങളല്ലേ. ബട്ട്
I want to make an effort to try and do such movies that kind of matters, you know. ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പോഴത്തെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു സമയം കിട്ടി ഐ ഹാവ് ടു. ഈ അത് അടയാളപ്പെടുത്തുന്ന സിനിമകൾ നമുക്ക് അല്ല അങ്ങനെ പറയാം. ഈ ഒരേ സമയം എത്ര സിനിമ കമ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞാൻ ഇനീഷ്യൽ സ്റ്റേജസിൽ കിട്ടുന്ന എല്ലാം കമ്മിറ്റ് ചെയ്യും. അടുത്ത എൻ്റെ പേടി അടുത്ത് ഇനി കിട്ടിയില്ലെങ്കിൽ അന്നം മുട്ടി പോകുമല്ലോ, ഇത്രയും കാര്യങ്ങൾ നടക്കാനുണ്ട്. സോ ഞാൻ കമ്മിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ വർക്ക് സിനിമകളൊക്കെ വർക്ക് ആവാൻ തുടങ്ങിയപ്പം ഐ സ്റ്റാർട്ടഡ്, എന്താ പറയുക, ഞാൻ എനിക്കതിൽ എത്ര സിനിമകൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെന്ന് എത്രയോ പേര് എന്നെ ഡെയിലി വിളിക്കുന്നുണ്ട്. തെലുങ്കുന്നും തമിഴെന്നും മലയാളത്തിൽ നിന്നും ഹിന്ദി. നമുക്ക് പക്ഷെ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഒരു പടത്തിനോടുണ്ട്, അതിനോട് മനസ്സ് ഡൈവേർട്ടാണെങ്കിൽ ഐ മേക്ക് ഷുവർ ഐ ടെൽ ദം ഇനി ഈ 3 മാസം പറ്റില്ല, അല്ല അടുത്ത. സോ ഇപ്പം ഞാൻ ടൈം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാരോട് കമ്മിറ്റ് ചെയ്യുമ്പോൾ റിലീസ് എപ്പോഴാണെന്ന് ചോദിക്കും. അതിനൊരു 3 മാസമെങ്കിലും സമയമുണ്ടെങ്കിൽ ആ ടൈം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം തുടരും എടുത്തോ, Jan 20th നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. നരിവേട്ട May 16th പ്ലാൻ. അപ്പം ഞാൻ കരുതി നരിവേട്ടയ്ക്കും തുടരും മുമ്പ് സ്പേസ് ഉണ്ടാകും, പക്ഷെ തുടരും പുഷായി. സോ നമുക്ക് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങൾ, യുനോ. അപ്പം ഒരുപാട് വാരി കമ്മിറ്റ് ചെയ്യുമ്പം ഇതെൻ്റെ റിലീസ് എല്ലാം ഒരു ദിവസം വരും. എന്നാലും നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ഡയറക്ടറോട്, അല്ലെങ്കിൽ നമുക്ക് ആ ടീമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പം ഡിജോയുടെ പടം, അത് ഞാൻ അവനും അത്ര ക്ലോസ് ആണ്. അവനിപ്പോൾ നാളെ വേറെ എന്ത് ഡിസിഷൻ എടുത്താൽ ഐ എം വിത്ത് ഹിം. അപ്പം അവൻ്റെ പടം വരുമ്പോൾ ഐ വിൽ ഡു ഇറ്റ്, യുനോ. അതിനകത്ത് വേറൊരു പേഴ്സണൽ ബന്ധമുണ്ട്. പിന്നെ ഞങ്ങൾ ആസ് എ വി ഹാവ് എ സ്മോൾ ഒരു പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കുമാരി എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വി ആർ പ്ലാനിങ് എ ഫ്യൂ മൂവീസ്. അപ്പോൾ അതിന് പ്രയോറിറ്റി ഉണ്ട്. സോ അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. പക്ഷേ ഈ സ്റ്റോറിയും ടീമും അതിൻ്റെ വലിപ്പമൊക്കെ നന്നായി വന്ന് ഈ 3 മാസം ഇടവേളയിൽ പടമില്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യും. അങ്ങനെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജാസി ഗിഫ്റ്റ് ആണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം KSRTC ബസ്സിൽ ആദ്യകാല സമയത്ത് ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് ലജ്ജാവതി പാട്ട് കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന മ്യൂസീഷ്യന് സംഗീതം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊരു സമയമോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിലർ പറയും ഞാൻ കുളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡിയ വന്നു. എനിക്ക് പിന്നെ എപ്പോഴും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലിരുന്ന് ജാം ചെയ്യുമ്പോൾ ഒരു നല്ല ആക്ച്വലി ഇത് കൂടുതൽ ചിന്തിക്കരുത്. ദ പ്രോബ്ലം ഇസ് നമ്മൾ അതിലോട്ട് അങ്ങ് ഒരു കമ്പോസിങ് സ്റ്റേജിലോട്ട് നമ്മളങ്ങ് വിട്ടു കൊടുക്കണം. യു ഹാവ് ടു ജസ്റ്റ് ലീവ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ആ പ്രോജക്റ്റിലോട്ട് ഇന്നാകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലോട്ട് കണക്റ്റഡ് ആവും. ആ ഒരു സമയം, ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലോട്ട് എത്താനാണ് നമുക്ക് കുറേ ചിന്തകളും ഓവർ തിങ്കിങ് ആണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഡിസ്റ്റർബ്ഡ് ആവും. ദാറ്റ്സ് വൈ പീപ്പിൾ ട്രാവൽ. ഈ മൂഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനും. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഡെഡ് ലൈൻ ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് എത്തണം. സോ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റുഡിയോ, സ്റ്റാർട്ട് ലിസണിങ് ആൻഡ് കം അപ്പ് വിത്ത് സംതിങ്. അതല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഒരു വണ്ടി എടുത്ത് യാത്ര ചെയ്യുക, കുറച്ച് ഇഷ്ടമുള്ള ബീറ്റ്സോ പാട്ടുകളോ ഇടുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും വൈബ് ചെയ്യാൻ നോക്കുക. അങ്ങനെ പെട്ടെന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്യും, അപ്പം തന്നെ അയച്ചു കൊടുക്കും. ആരെങ്കിലും പ്രോഗ്രാമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്തൊരു ബീറ്റ് ഉണ്ടാക്കാൻ പറയും, അത് തിരിച്ച് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇഷ്ടം പോലെ. ഇന്നലെ തന്നെ ഒരു പടം, ഞാൻ പറയുന്നില്ല, ഒരു പാട്ട് ടപ്പയാതെ അവർക്ക് ഒരു സാധനം വേണമായിരുന്നു. സോ നല്ല മൂഡിലാണല്ലോ ഇരിക്കുന്നത്, പടമൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്തു. ഈ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരക്കിലാണ്, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം. എന്നാൽ പോലും ഞാൻ 1-2 ചോദ്യങ്ങളോടെ ഉള്ളത്. ഈ മ്യൂസിക് ചെയ്യുന്നതാണ് ഓഫ് കോഴ്സ് കിക്ക്, പക്ഷെ എന്നാൽ പോലും അതിൽ വിരഹം എന്ന് പറയുന്ന ഒരു വികാരം, ആ ഒരു ഇമോഷൻ ചെയ്യുന്നതാണോ, ഹാപ്പി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു മാസ് നമ്മൾ കോരിത്തിരിക്കുന്ന ഏത് ഏരിയ കൈവയ്ക്കുമ്പോഴായിരിക്കും ഇത് ഇന്ന് ഞാൻ പൊളിക്കും, ആ ഒരു ഫീല് വരുന്നത്? എനിക്ക് മാസും ഇമോഷണൽ സീൻസും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് കറക്റ്റായിട്ട് ആ പെർഫോമൻസും ഡയറക്ടറിൻ്റെ വിഷനെയൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു സ്കോർ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ്സ് ഇറ്റ്. നമുക്കറിയാതെ വി ഹിറ്റ് ദാറ്റ് റൈറ്റ് മൊമെൻറ്റ്. ആ മൊമെൻ്റാണ് നമ്മൾ എൻ്റെ കിക്ക്. ഡയറക്ടറിന് ഒരു അണ്ടർ എന്താ പറയുക, ഒരു സബ് ടെക്സ്റ്റ് ഉണ്ടാവും. സീനിൽ എടുത്ത് വെച്ചിട്ട് പെർഫോമൻസിന് സാധനം ഉണ്ടാവും. ഇതിൻ്റെ ഒരു കോമ്പൻസേഷനാണ് മ്യൂസിക്. അദ്ദേഹം ഇമാജിൻ ചെയ്യാത്ത ഒരു ലെയർ ഞാൻ ആഡ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് റെഫറൻസ് മ്യൂസിക്കോ അല്ല വേറെ എന്തെങ്കിലും ഇട്ടാൽ അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പോരെ. പെർഫോമൻസ് അദ്ദേഹം പെർഫോമൻസോ അല്ലെ സീൻ സെറ്റിങ്ങോ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ വരുമോ, വന്നോ വന്നില്ലായോ അതല്ല. ഐ ആഡ് ദാറ്റ് ജ്യൂസ്, ദാറ്റ് ഗ്ലൂ. അത് കറക്റ്റായിട്ട് വരുമ്പം പെർഫെക്റ്റ് ആണ്. അത് മാസ് എസ്പെഷ്യലി മാസ്. അത് നമ്മൾ തിയേറ്ററിൽ കാണുന്നുണ്ട്. ഈ ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യണം. അതായത് ഇടയ്ക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതങ്ങനെ കേൾക്കുമ്പോൾ അങ്ങ് വന്നതാണ്, അത് സീനിനെ അങ്ങനെ എലിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല.
അത് നമുക്ക് കേൾക്കുമ്പോൾ വന്ന സാധനമാണ്, അത് അത്രേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. എക്സോർവേര് സിനിമയ്ക്ക് വേണ്ടി എക്സോർവേര് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞതാണ്. അങ്ങനെ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാനത് കമന്റ് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് ഓരോരുത്തരുടെ ഒരു സിനിമ ഒരു പ്രോജക്റ്റുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. യുനോ, കാരണം ഓരോരുത്തർക്കും ഓരോ വിഷൻ ഉണ്ടല്ലോ. ഇപ്പം ഹോളിവുഡിൽ ഞാൻ പറയട്ടെ, ഇപ്പം സ്പൈഡർമാൻ, സൂപ്പർമാൻ സിനിമകളെടുത്തോ, സ്കോർസ് അത്ര എവിഡന്റ് അല്ല. യുനോ, എന്നാലും നമ്മളത് എൻജോയ് ചെയ്യുന്നില്ലേ? നമ്മൾ ഈ പറയുന്ന എലവേഷൻസ് ഒക്കെ ഈ ലെവൽ ഓഫ് എലവേഷൻസ് ഇല്ലല്ലോ. ദാറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ട്രീറ്റിംഗ് ഇറ്റ്. ശരിയാണ്. ഇപ്പം ഈ ടെൽ മീ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ബാറ്റ്മാന്റെ തീം എന്താ? ഇപ്പം ഏറ്റവും ഐക്കോണിക് തീം എന്താന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? പക്ഷെ ജെയിംസ് ബോണ്ടിന്റെ തീം എന്താന്ന് പറഞ്ഞാൽ പറയാം, കാരണം മെലോഡിക് ആണ് അത്. യുനോ, സോ ചില സിനിമകളുണ്ട് യു വോണ്ട് ഈവൻ ഫീൽ ഒരു തീമുള്ള. ഇപ്പം ഈ ട്രെൻഡ് റെസ്നർ, ആറ്റിക്കസ് റോസ്, ഞാൻ ഭയങ്കര ഫാൻസ് അവരുടെ. ഈ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രിസണേഴ്സ് അതേപോലെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു എന്നൊക്കെ പറഞ്ഞ സിനിമയുണ്ട്. ഒരു മൂഡ് ക്രിയേഷനേ ഉള്ളൂ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സല്യൂട്ടിൽ അത് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പറ്റും, റോഷൻ ചേട്ടൻ ഇൻസിസ്റ്റ് ചെയ്തതാണ് എനിക്ക്, നീ ജസ്റ്റ് ഗോ വിത്ത് ദ പ്ലോട്ട്. ഒരു ഫിഞ്ചർ പടങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഒരു പ്ലോട്ട്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഫാൻസ് ഭയങ്കര തെറിയായിരുന്നു. ഇതേ പ്രശ്നമായിരുന്നു. ദുൽഖർ ബൈക്കിൽ വരുന്നു, ജെയ്ക്സ് ഒന്നും വായിക്കുന്നില്ല, ഇങ്ങനെ എന്തോ വയലിനിൽ എന്തോ. ബട്ട് എനിക്കത് ഭയങ്കര കിക്ക് കിട്ടി, ബിക്കോസ് ഐ വാസ് ഗോയിങ് വിത്ത് ദുൽഖറിന്റെ മൂഡ്. ഓ, പ്ലോട്ട് എവിടെ എത്തുന്നതിന്റെ ഒരു മൂഡിലാണ് പോകുന്നത്. യുനോ, അതാണ്. ദാറ്റ്സ് സി വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ, വാട്ട് ഡു യു സ്കോർ ഫോർ എന്ന സബ്ജക്റ്റീവ് അതല്ല. എനിക്ക് തോന്നുന്നില്ല മ്യൂസിക്കിന്റെ പ്രാധാന്യം ഇല്ലെന്നല്ല അതേ ഉദ്ദേശിച്ചത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞങ്ങൾ ഈ പടം ഇങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്. അത് ഇന്നലെ നാളെ അതിനൊരു റിസൾട്ട് വരും. ഐ മീൻ ടുഡേ സം പീപ്പിൾ മൈറ്റ് ക്രിട്ടിസൈസ്. അതൊരു ബോൾഡ് മൂവാണ്. യുനോ, നമ്മൾ ഇപ്പം ഞാൻ തുടർന്ന് ചെയ്തത് എലവേഷൻ തന്നെയാണ്, സ്റ്റാൻഡേർഡ് കണ്ടംപററി സ്കോറിംഗ് സ്റ്റൈലാണ്. പക്ഷെ ടു മേക്ക് എ ട്രെൻഡ്, ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അത് പ്ലോട്ടിനെ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ഷൺമുഖന്റെ സൈഡിൽ നിന്ന് സ്കോർ ചെയ്യാന്ന് പറയുന്നത് അതും ഒരു അപ്രോച്ചാണെന്ന് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ലാലേട്ടനെ കൂടെ മനസ്സിൽ കരുതി ടു ദ ഗാലറിയാണ് സ്കോർ ചെയ്തത്. പക്ഷെ അവിടെ ഷൺമുഖന്റെ കൂടെ സ്കോർ ചെയ്തത് ചിലപ്പം വേറെ രീതിയിലായിരുന്നു. ഒരു കുറച്ചും കൂടെ ഒരു അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഓ, ക്ലാസിക് ഒരു പ്ലോട്ടിനെ ജസ്റ്റിഫൈ ചെയ്തു എന്ന് പറയാം. പക്ഷെ എനിക്കൊരു മെജോറിറ്റി ഇപ്പഴായിരിക്കും നിൽക്കുന്നത്. കാരണം ഞാൻ കാണുമ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഉള്ളിലെ ഫാനാണ് അവിടെ. ഞാൻ പറഞ്ഞു, തരുണ, ഇത് നമുക്ക് കുറച്ച് ഇതൊരു ഗാലറി ഓക്കെ ഒന്നും നോക്കണ്ട, ഇത് തിയേറ്ററിന് വേണ്ടി. അങ്ങനെ ഡയറക്ടറും പറഞ്ഞു അതല്ല. അപ്പം ഒരു സജഷൻ വരികയാണ്, തരുണ ജെയ്ക്സ് ഭായ്, ഞാൻ ഉദ്ദേശിച്ചതല്ല, എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത്. എനിക്കറിയാം ലാലേട്ടൻ്റെ എലവേഷൻ പോയിന്റ് ആണ്, ബട്ട് നമുക്ക് സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്കോർ. കാരണം എന്ത് ട്രോമയിൽ ആ ക്യാരക്ടർ അവിടെ നിൽക്കുന്നത്, നമ്മൾ അതിന് ആ സാധനം പിടിക്കും. ദാറ്റ് കോൾ അവിടെയാണ് ഈ ഹിറ്റ് ഓഫ് മിസ്. ആ കോൾ ബോൾഡായിട്ട് എടുത്താൽ തിയേറ്ററിൽ കൈയടി. കാരണം അവിടെ ഷൺമുഖന്റെ കൂടെ നിൽക്കുന്നത് ലാലേട്ടനെ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ ആൾക്കാർ. സോ ഞാൻ ലാലേട്ടനോട് നിന്നു ചില സീനുകളിൽ, പ്രത്യേകിച്ച് കൊണ്ടാട്ടത്തിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പണ്ട് ചില മലയാള സിനിമയില് ഈ BGM ആയിട്ട് യൂസ് ചെയ്ത ചില പോർഷൻസ് ഉണ്ട്. ഈ പോർഷൻസ് ഒക്കെ കുറച്ചുകൂടെ വലുതാക്കി സോങ് ആയിട്ട് വന്നിട്ടുണ്ട് മലയാള സിനിമകളിലേക്ക്. അങ്ങനെ ജെയ്സ് ചെയ്ത് ഏതെങ്കിലും ചെറിയ പോർഷൻസ് വേറെ സിനിമകളിലേക്ക് സോങ് ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ട് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ പാട്ട് മറ്റൊരു സിനിമയിൽ വേറെ സിനിമയിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയൊരു മ്യൂസിക്കിന്റെ പോർഷനിൽ നിന്നൊക്കെയുള്ള ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ബാങ്ക് ക്രിയേഷൻ ഇല്ല. പക്ഷെ എന്നോട് എല്ലാവരും പറയും ജെയ്ക്സ് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഈ ബാങ്ക് ഒക്കെ ഉണ്ടാക്കി വെക്കണം. എനിക്ക് ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ എന്തെങ്കിലും കത്തുന്നു. സോ ഈ ബാങ്ക്, കാരണം അവർ പറയും ഇപ്പം ഒരു ലവ് സോങ് ഉണ്ടെങ്കിൽ ലവ് സോങ് സ്റ്റാൻഡേർഡ്, അതിന് പല പല വേരിയേഷൻസ് ചെയ്തോ. ആ ലവ് സോങ്ങിന് ആവശ്യക്കാരായിട്ട് ഡയറക്ടേഴ്സ് വരും. ഇറ്റ് മേക്സ് യുവർ ലൈഫ് ഈസിയർ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സോങ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ക്വാളിറ്റിയിലും നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഒരു എല്ലാത്തിനും ഒരു, കാരണം ഒരു സിനിമയുടെ ഡെഡ് ലൈൻ പ്രഷറിൽ ചെയ്യുന്നതും വേറെ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. എപ്പോഴും ഒരു സോങ് കമ്പോസിങ്ങിനാണ് കേട്ടോ സമയവും എഫേർട്ടും എല്ലാം. സ്കോറിങ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കൽ സ്കില്ല, ഒരു എക്സ്പീരിയൻസിലൂടെ വരുന്ന, പിന്നെ അത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു സ്റ്റാൻഡേർഡ് അഫെയർ ആണത്. ലൈക്ക് യു ക്യാൻ ആൻഡ് ദെൻ നമ്മുടെ മ്യൂസിക്കാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് സ്കോർസ് ഇമ്പ്രൂവ്. പക്ഷെ പാട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് കുറേ പേരുടെ എഫേർട്ടാണ്. കാരണം ഞാൻ സോങ് റൈറ്റ് ചെയ്യില്ല. സോ ഐ നീഡ് എ ഗുഡ് ലിറിസിസ്റ്റ്. ആ ഇപ്പം കൊണ്ടാട്ടം വന്ന പോലെ, അല്ലെ ഞാൻ വർക്ക് ചെയ്യുന്ന ജ്യോതിഷ്, അങ്ങനെ കുറേ പേര് എൻ്റെ ഇനിഷ്യൽ ടൈമിൽ അവരുടെയൊക്കെ ഒരു ഇൻപുട്ടും കൂടെ ആ പാട്ട്. സോ അത് വെസ്റ്റേൺ കൺട്രീസിൽ ഇറ്റ്സ് ഓൾവേസ് എവറിബഡി ഗെറ്റ്സ് ദ ക്രെഡിറ്റ്, ബട്ട് ആർട്ടിസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിൻ ബീബർ എന്നുള്ള വ്യക്തിനെ വെച്ച് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സോങ് റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എഴുതുന്നവരുണ്ട്, മ്യൂസിക് പ്രൊഡക്ഷൻ ടീം, ഇറ്റ്സ് എ ബിഗ് ടീം. അങ്ങനെ ഞാനിപ്പോൾ അതിനെ കാണുന്നത്. ലൈക്ക്
സോ ഹൗ ഡു വി മേക്ക് എ ഹിറ്റ് സോങ്? ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടാണ്. ഹൗ ഡു വി മേക്ക് എ സോങ് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്? വേർ ഡു വി ഹിറ്റ് റൈറ്റ്? ഇമോഷണലി ഹൗ ഡു വി ഗെറ്റ് കണക്റ്റഡ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. അതിൽ രാഗങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇന്നത്തെ മോഡേൺ ട്രെൻഡ് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന റാപ്പ് യൂസ് ചെയ്യാം. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായി നമ്മൾ യൂസ് ചെയ്യാം. ബട്ട് അതിനാണ് നമ്മൾ ഈ പഠനവും യു ഹാവ് ടു ബി അപ്ഡേറ്റഡ്, എന്ത് എവിടെ വർക്ക് ചെയ്യും എന്നുള്ളത് കാര്യങ്ങൾ. ഇപ്പോൾ ഈ വരികൾ എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ, ജെയ്ക്സിൽ ട്യൂൺ ഇട്ട് അതിലേക്ക് വരി എഴുതുന്നതാണോ ജെയ്ക്സിന് കുറച്ച് കംഫർട്ടബിൾ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. കൂടുതൽ എനിക്ക് താല്പര്യം എഴുതി അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ് ഇപ്പം വർക്ക്ഔട്ട് ആവുന്നത്. ഒരുമിച്ചിരുന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ജോ പോളോ ആയിട്ടാണ്. പക്ഷെ ജോ US-ലും ഞാൻ ഇവിടെയാണ്. അപ്പം ഞാൻ ട്യൂൺ അന്നത്തെ കാലത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു. ലൈക്ക് പറയുവാൻ എല്ലാം അയച്ചു കൊടുത്ത് ഞാൻ എൻ്റെ ഒരു മൂഡിൽ അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വന്നു. പക്ഷേ ഞാൻ പിന്നീട് മൂസിനുമായിട്ട് കുറേ പാട്ടുകൾ ഇപ്പം ചെയ്തിട്ടുണ്ട്. കൊത്തരാജ അല്ലെങ്കിൽ ഇരട്ടയിലെ ഒരു പാട്ട്. മ്യൂസിക് കൂടെ ഇരിക്കണം. ആ ഒരു പ്രോസസ്സ് ഭയങ്കര രസമാണ്. ഒരു വേർഡ് പ്ലേ. ഞാനിങ്ങനെ തിരക്കിൽ ഓടി നടക്കും, പക്ഷേ പുള്ളി അവിടെ ഇരുന്ന് എന്തെങ്കിലും അടുത്ത ലൈൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുക ആ പാട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് വരികളും ട്യൂണിൻ്റെ ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഹാസ് എ സൗണ്ട് ഗുഡ്. വരികൾ ലിറിക്സ് ഷുഡ് സൗണ്ട് ഗുഡ്. ദ വേ ഇറ്റ് സൗണ്ട്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലിറിസിസ്റ്റിന് നമ്മളെക്കാട്ടിലും ആക്ച്വലി ഒരു ടെൻഷനുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പം ഈ കൊണ്ടാട്ടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ഇത് റൈമിങ് അല്ലെ അവരുടെ തന്നെ ഇലുമിനാറ്റി, ദ വേ ഇറ്റ് റൈംസ്, അതിൻ്റെ ഇമേജറി, ദാറ്റ്സ് വൈ ദ സോങ് ഇസ് ഇമ്മീഡിയറ്റ്ലി കണക്റ്റിംഗ് ടു പീപ്പിൾ. അപ്പം ചിലപ്പോൾ നല്ല ഒരു ട്യൂൺ നമുക്ക് വന്നാൽ അതിനൊരു ഹാർഡ് ആൻഡ് സെറ്റ് റൂൾ ഇല്ല എനിക്ക്. മോസ്റ്റ്ലി എൻ്റെ മെജോറിറ്റി സോങ്സും ട്യൂണിൽ നിന്ന് വന്ന് പിന്നെ എഴുതാൻ കൊടുക്കുന്നതാണ്. ബട്ട് ഞാൻ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിൾ ബോത്ത് വേസ്. നമ്മൾ കുറച്ചധികം നേരം സംസാരിച്ചു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കൊണ്ടാട്ടം മാത്രമാണ്. ഇനി ഒരു എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.